കൂൺ അഥവാ മഷ്റൂം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള കൂണാണിത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി മഷ്റൂം റോസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഞാൻ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് അതിൽ ഞാൻ ഒരു 2-3 ഏലക്കയും പിന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കേട്ടോ. അതിന് ശേഷം എന്താ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാള, അത് ഞാനൊരു 2 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൂണിൻ്റെയും ഇതിൻ്റെ കളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും വാടി വരുമ്പോൾ. പിന്നെ അതിലേക്ക് നമ്മളെപ്പോഴും ആഡ് ചെയ്യുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തക്കാളി അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, വലുതല്ല കേട്ടോ, ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് വഴറ്റി ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്, നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല ഇറക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി എപ്പോഴും കൂണിൽ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടി അതും ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഏലക്കയും ഗ്രാമ്പും നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതും കൂടി ഇരിക്കട്ടെ. പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഉള്ളി വഴറ്റിയപ്പോൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി അതൊന്ന് വഴഞ്ഞ് സെറ്റായി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കെച്ചപ്പ് കേട്ടോ, അതായത് ടൊമാറ്റോ സോസ് ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കെച്ചപ്പ് ഞാൻ വീട്ടിൽ അതുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത്തിരി ഒഴിച്ചാൽ മതി, കാരണം കൂണ് വെന്ത് വരുമ്പോൾ അതിന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ ഓവർ വെള്ളം ആവേണ്ട, നമ്മൾ റോസ്റ്റാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ട് തിള വന്നപ്പോൾ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് അധിക സമയമൊന്നും ഇനി വേവാൻ വേണ്ട. പിന്നെ ചില ആളുകൾ ഓൾറെഡി ഇത് വെള്ളത്തിലിട്ട് വേവിച്ചിട്ടൊക്കെ ഇതിൽക്കിടും, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് മാക്സിമം മതി, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട, അത് ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയണേ.